നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭയിൽ അപേക്ഷിച്ചവർക്ക് തുക ലഭിക്കുന്നില്ലെന്ന പരാതി. പ്രതിഷേധവുമായി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ. ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു മടുത്തെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നും പ്രതിപക്ഷ കൗൺസിലർ നച്ചീൽ മൻസൂർ. കേരളത്തിൽ 36 ലക്ഷത്തോളം സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. അതിൽ 1810 പെൻഷൻ പെരിന്തൽമണ്ണ നഗരസഭയിൽ പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ 11-ാം തീയതിയാണ് വിതരണത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. 10,360,000 ആളുകൾക്കാണ് ആ പെൻഷൻ അന്നത്തെ ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ നഗരസഭയിൽ 1810 ആളുകൾ കൊടുത്തു എന്ന് പറയുകയല്ലാതെ ഒരാളെ പോലും അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടില്ല. ഇപ്പൊ നിരന്തരം ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലേഴ്സിനെ ബന്ധപ്പെട്ട് ഞങ്ങൾ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ പെൻഷൻ വിഭാഗവുമായിട്ട് സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് സംസാരിച്ചു. അവർക്ക് പറയുന്ന ഉദ്യോഗസ്ഥരില്ല. ആ ഒരു അനാസ്ഥ കാരണം ഉദ്യോഗസ്ഥരില്ലെങ്കിൽ ആ സെക്ഷനിലേക്ക് വേറെ ആൾ വരുത്തണം. അതാണല്ലോ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട പെൻഷനാണത്. പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ പണ്ട് മുതലേ UDF സർക്കാരിന് അനാഭാവം പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. 18 മാസത്തോളം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു. ആ കാലത്ത് നിന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അവർക്ക് ഭരണത്തിലേക്ക് തുടർ ഭരണം വരുമോ എന്നുള്ള പേടികൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. തൊട്ടടുത്ത പഞ്ചായത്തുകളായ ഏലംകുളം, താഴക്കോടും ഒക്കെ UDF ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്. അവിടെ പോലും ഇത് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ പെരിന്തൽമണ്ണ നഗരസഭയിൽ എന്തുകൊണ്ട് ഇത് കൊടുക്കണില്ല എന്നുള്ള ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ നടത്തിപ്പോവാൻ എന്നും UDFന് പ്രയാസമുള്ള ആളുകളാണ്. ആ ഒരു പ്രയാസം പെരിന്തൽമണ്ണ നഗരസഭയിൽ പഠിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലയിലും ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ മോശപ്പെട്ട രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ സ്ഥിരതാമസക്കാരും 35-നും 60-നും ഇടയിൽ പ്രായമുള്ളതുമായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സുരക്ഷാ പെൻഷൻ നൽകി വരുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച പെരിന്തൽമണ്ണ നഗരസഭയിലെ മുഴുവൻ അപേക്ഷകളിലും വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടും സർക്കാർ നൽകുന്ന പണം സ്ത്രീ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നും ഇതിനൊരു നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നും പ്രതിപക്ഷ കൗൺസിലർ നച്ചീൽ മൻസൂർ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ മാത്രമാണ് കൊടുക്കാത്തതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ കാരണം പറയുന്ന ഉദ്യോഗസ്ഥരില്ല എന്നുള്ള കാരണമാണ്. ആ ഒരു സെക്ഷനിൽ ഒരാൾ പനിയായിട്ട് അഡ്മിറ്റ് ആയാൽ ആ ആളുകൾക്ക്, പാവപ്പെട്ട ക്ഷേമകാര്യ പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് കിട്ടൂല എന്നുള്ള വിഷയം വരുന്നത് എത്രത്തോളം പ്രയാസമുള്ള കാര്യമാണ്. അതിൽ കാരണമായിട്ട് കാണിക്കാൻ പറ്റുന്നതാണോ? ഒരാൾ സെക്ഷനിൽ മാറ്റിയിരുത്തിയാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ വീണ്ടും ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഡിജിറ്റൽ സൈൻ കിട്ടിയിട്ടില്ല എന്നില്ല. ഡിജിറ്റൽ സൈൻ ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന സാധനമല്ല, സെക്രട്ടറിന്റെ കയ്യിൽ കിടക്കുന്ന സാധനമാണ്. സെക്രട്ടറി ഇന്നലെ വരെ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ടും ഇത് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് 11-ാം തീയതി ചെയ്യേണ്ട കേസാണ്. 11-ാം തീയതി ചെയ്യേണ്ട ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ അന്നാണ് ചെയ്യേണ്ടത്. ഇത് മരുന്ന് വാങ്ങാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്ഷേമകാര്യ പെൻഷനും അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷനും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങിയാലുള്ളൂ നാട്ടിലെ പ്രയാസങ്ങൾ തീരുള്ളൂ. അത് തീരരുതേ എന്നുള്ള വാശിയിലും മാതിരിയാണ് UDFന്റെ നിലപാട്. ആ നിലപാടിൽ നിന്നും മാറ്റി സാധാരണക്കാർക്ക് അവകാശപ്പെട്ട എല്ലാ ക്ഷേമകാര്യ പെൻഷനും അതേപോലെ സ്ത്രീ സുരക്ഷാ പെൻഷനും കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടാറ്. ഇന്നും അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ മുതൽ ശക്തമായ പ്രക്ഷോഭം ഇടതുപക്ഷ മുന്നണി നടത്തും എന്ന് തന്നെയാണ് പറയുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ അപേക്ഷകളിലെ വയസ്സും ജനനത്തീയതിയും വ്യത്യസ്തമായിട്ടുള്ള അപേക്ഷകൾ തിരുത്തൽ വരുത്തി റീസബ്മിറ്റ് ചെയ്യുവാൻ അപേക്ഷകന് റിട്ടേൺ ചെയ്യുകയും 1810 അപേക്ഷകരുടെ വെരിഫിക്കേഷൻ കൃത്യതയോടെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പെൻഷൻ തുക ലഭ്യമായിട്ടില്ല. മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾക്കെല്ലാം തുക ലഭ്യമായി എന്നും
പെരിന്തൽമണ്ണ നഗരസഭയിൽ മാത്രം തുക ലഭിക്കുന്നില്ല എന്നുമാണ് ആളുകളുടെ ആക്ഷേപം. അതേസമയം ഉദ്യോഗസ്ഥരില്ലാത്തതിനാലാണ് നടപടിക്രമങ്ങൾ വൈകുന്നതെന്നും കാലതാമസം പിടിക്കുന്നതെന്നും നഗരസഭാ സെക്രട്ടറി പറയുന്നു. ഉദ്യോഗസ്ഥർ ഇങ്ങനെയെല്ലാം പറയുമ്പോഴും നിർധനരായ സ്ത്രീകളാണ് ഇതിന്റെയെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.